അരിജിത് സിംഗ് ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത സംഗീതയാത്ര. സംഗീതം വെറുമൊരു കേൾവിയല്ല, അതൊരനുഭവമാണ്. ചില ശബ്ദങ്ങൾ നമ്മുടെ കാതിലല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ് ചെന്നു തൊടുക. പ്രണയിക്കുമ്പോഴും വിരഹത്തിൻ്റെ വേദന അനുഭവിക്കുമ്പോഴും നമ്മളറിയാതെ നമ്മുടെ ചുണ്ടുകൾ മൂളിപ്പോകുന്നൊരു ശബ്ദമുണ്ട്. ആധുനിക ഇന്ത്യൻ സംഗീതത്തിൻ്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന അരിജിത് സിംഗിൻ്റെ കഥയാണിത്. സംഗീതത്തിൻ്റെയും കഥകളുടെയും വികാരങ്ങളുടെയും കൃത്യമായ അളവ്. ദ പെർഫെക്റ്റ് വോള്യൂം. മുർഷിദാബാദിലെ ജിയാഗഞ്ച്. ചരിത്രമുറങ്ങുന്ന ആ മണ്ണിലെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടന്നാൽ ഒരു പഴയ വീട് കാണാം. 1987 ഏപ്രിൽ 25 അവിടെ ഒരു കരച്ചിലുയർന്നു. പഞ്ചാബി പാരമ്പര്യമുള്ള അച്ഛൻ കക്കർ സിംഗിൻ്റെയും സംഗീതം ശ്വാസമായി കൊണ്ടു നടന്ന ബംഗാളി അമ്മ അദിതി സിംഗിൻ്റെയും മകനായി അരിജിത്ത് ജനിച്ചു. അരിജിത്തിന് സംഗീതം കിട്ടിയത് താരാട്ടുപാട്ടുകളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ഗായികയായിരുന്നു, മുത്തശ്ശി മികച്ചൊരു കലാകാരിയായിരുന്നു. ആ വീട്ടിലെ ഉമ്മറത്ത് പുലർച്ചെ കേൾക്കുന്ന തമ്പൂരിൻ്റെ നാദമാണ് അരിജിത്തിൻ്റെ ലോകം നിർമ്മിച്ചത്. അമ്മയുടെ വിരലുകളിൽ തൂങ്ങി സംഗീത ക്ലാസുകളിലേക്ക് പോയിരുന്ന ആ ബാലൻ അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിക്കുമായിരുന്നിരിക്കണം, അമ്മേ, എനിക്കും എന്തെങ്കിലും ഇതുപോലെ പാടാൻ കഴിയുമോ എന്ന്. പക്ഷേ ആ അമ്മയ്ക്കന്നറിയില്ലായിരുന്നു തൻ്റെ മകൻ നാളെ ഇന്ത്യയുടെ ശബ്ദമാകുമെന്ന്. അരിജിത്തിൻ്റെ വ്യക്തിജീവിതം പലപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു. ലോകത്തിനു മുൻപിൽ പ്രണയത്തിൻ്റെ അപ്പസ്തോലനായ അദ്ദേഹം പാടുമ്പോൾ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം പലപ്പോഴും തകർന്നുപോയിട്ടുണ്ട്. റിയാലിറ്റി ഷോയുടെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം കണ്ടെത്തിയ ആദ്യ വിവാഹബന്ധം വലിയൊരു പരാജയമായിരുന്നു. ആ വേർപിരിയൽ അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ സംഗീതം പോലും അദ്ദേഹത്തിന് ആശ്വാസമാകാത്ത നാളുകൾ. പക്ഷേ തൻ്റെ വേരുകളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ കാലം അദ്ദേഹത്തിനു വേണ്ടി മറ്റൊന്ന് കാത്തുവച്ചിരുന്നു. തൻ്റെ കുട്ടിക്കാലത്തെ പ്രിയ സുഹൃത്ത്, തൻ്റെ വീടിനടുത്തുള്ള കളിത്തോഴായിരുന്ന കോയൽ റോയിയെ അദ്ദേഹം വീണ്ടും കണ്ടുമുട്ടി. കോയലും ഒരു വിവാഹബന്ധം തകർന്നു നിൽക്കുകയായിരുന്നു. സമാനമായ മുറിവുകളേറ്റ രണ്ട് ഹൃദയങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു. 2014 ജാനുവരിയിൽ ബംഗാളിലെ തനതായ ആചാരങ്ങളോടെ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം കോയലിനെ വിവാഹം കഴിച്ചു. അന്ന് അദ്ദേഹം ഏറ്റെടുത്തത് കോയലിനെ മാത്രമല്ല, അവരുടെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടിയെ കൂടിയായിരുന്നു. സ്വന്തം മക്കളെപ്പോലെ അവരെയും ചേർത്തു പിടിച്ചു. ഇന്നവർക്ക് 2 ആൺകുട്ടികളും ഒരു മകളുമുണ്ട്. ഇന്ന് അരിജിത്തിൻ്റെ ജീവിതം നോക്കൂ. വർഷത്തിൽ 100 കോടിയിലധികം സമ്പാദിക്കുന്ന ഒരു ഗായകൻ. പക്ഷേ അദ്ദേഹം ഇന്നും തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് ജിയാഗഞ്ചിലെ സാധാരണ സർക്കാർ എയ്ഡഡ് സ്കൂളിലാണ്. തൻ്റെ കുട്ടികൾക്ക് സൂപ്പർ സ്റ്റാർ പദവിയുടെ അഹങ്കാരമുണ്ടാകരുത് എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ട്. സാധാരണ കുട്ടികൾക്കൊപ്പം മണ്ണിൽ കളിച്ചു വളരുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ അച്ഛൻ ഒരു വലിയ ഗായകനാണെന്നുപോലും അറിയാതെയാകാം വളരുന്നത്. സ്വന്തം അമ്മയുടെ വിയോഗം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട്. 2021 കോവിഡ് കാലത്ത് ആശുപത്രിയുടെ ജനൽക്കലിലൂടെ അമ്മയെ നോക്കി നിന്ന ആ മകൻ്റെ ചിത്രം ഇന്നും ആരാധകരുടെ കണ്ണ് നിറയ്ക്കും. തൻ്റെ പ്രശസ്തി കൊണ്ടോ പണം കൊണ്ടോ അമ്മയെ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഓരോ പാട്ടിലും നമുക്ക് കേൾക്കാം. അതുകൊണ്ടാണ് ഇന്നും സ്റ്റേജ് ഷോകൾ കഴിഞ്ഞ് ലോകം മുഴുവൻ അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോൾ ആ ബഹളങ്ങളിൽ നിന്നെല്ലാം ഓടിമാറി തൻ്റെ ഗ്രാമത്തിലെ ഒരു കൊച്ചു കടയിൽ അദ്ദേഹം ചായ കുടിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹം അരിജിത് സിംഗ് എന്ന ബ്രാൻഡല്ല, മറിച്ച് തൻ്റെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട അരിജിത്ത് മാത്രമാണ്. ആ ലാളിത്യമാണ്, ആ പച്ചയായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഇത്രയേറെ ആത്മാവ് നൽകുന്നത്. രാജാ വിജയ് സിംഗ് ഹൈസ്കൂളിലെ ആ പഴയ ക്ലാസ് മുറികൾ. അവിടെ ഇരുന്നിരുന്ന കൊച്ചു അരിജിത്തിൻ്റെ ബാഗിൽ പാഠപുസ്തകങ്ങളെക്കാൾ കൂടുതൽ സംഗീതമായിരുന്നു. മറ്റുള്ള കുട്ടികൾ കളിക്കളത്തിലേക്ക് ഓടുമ്പോൾ അരിജിത്തിൻ്റെ കാതുകൾ കേട്ടിരുന്നത് കാറ്റിൽ അലിഞ്ഞു ചേരുന്ന ഏതോ രാഗത്തെയായിരുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും തൻ്റെ ഉള്ളിലെ സംഗീതമെന്ന കനലിനെ അണയാതെ സൂക്ഷിക്കാൻ ആ കുട്ടി വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അരിജിത്തിൻ്റെ യഥാർത്ഥ വിദ്യാലയം തൻ്റെ വീടിൻ്റെ ചുവരുകൾക്കുള്ളിലായിരുന്നു. സംഗീതമെന്നത് അദ്ദേഹത്തിന് വെറുമൊരു വിനോദമായിരുന്നില്ല, മറിച്ച് ഒരു തപസ്യയായിരുന്നു. 3 ഗുരുക്കന്മാരാണ് അരിജിത്ത് എന്ന കല്ലിനെ വജ്രമാക്കി മാറ്റിയത്. പുലർച്ചെ 3 മണിക്ക് ലോകമുറങ്ങിക്കിടക്കുമ്പോൾ അരിജിത്ത് ഉണരും.
രാജേന്ദ്ര പ്രസാദ് ഹസാരി എന്ന ഗുരുവിന്റെ മുൻപിൽ ശിരസ് നമിച്ചിരുന്ന് മണിക്കൂറുകളോളം നീളുന്ന റിയാസുകൾ. തണുത്തു വിറയ്ക്കുന്ന പ്രഭാതങ്ങളിൽ പോലും ആ ശബ്ദം രാഗങ്ങളിൽ തട്ടി ഉരുകി വീഴുമായിരുന്നു. ശാസ്ത്രീയ സംഗീതത്തിന്റെ ആ കഠിനമായ അച്ചടക്കം അദ്ദേഹം അരിജിത്തിന് പകർന്നു നൽകി. പിന്നീട് ധീരേന്ദ്ര പ്രസാദ് ഹസാരി, ബംഗാളിന്റെ ആത്മാവായ രവീന്ദ്ര സംഗീതത്തിന്റെ വശ്യതയും വികാരങ്ങളും അരിജിത്ത് പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. വാക്കുകൾക്കെങ്ങനെ ജീവൻ നൽകണമെന്നും ഓരോ വരിയും പാടുമ്പോൾ ഹൃദയം എങ്ങനെ അതിൽ ചേർത്തുവെക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. എന്നാൽ സംഗീതം വെറുമൊരു പാട്ടിൽ ഒതുങ്ങുന്നതല്ല എന്ന് അരിജിത്ത് തിരിച്ചറിഞ്ഞു. ബിരേന്ദ്രപ്രസാദ് ഹസാരിയിൽ നിന്ന് അദ്ദേഹം തബലയുടെ താളങ്ങൾ അഭ്യസിച്ചു. ഇന്നും സ്റ്റേജുകളിൽ അരിജിത്ത് ഗിറ്റാറോ പിയാനോയോ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആ താളബോധം തന്റെ ഗുരുനാഥൻ പകർന്നു നൽകിയ ആ തബലയുടെ അകമ്പടിയാണ്. ശ്രീപത് സിംഗ് കോളേജിലെ തന്റെ ഉപരിപഠനകാലത്തും അരിജിത്തിന്റെ മനസ്സ് മുംബൈയിലെ സ്റ്റുഡിയോകളിലായിരുന്നു. സർക്കാർ നൽകിയ സ്കോളർഷിപ്പോടെ 10ാം വയസ്സിൽ തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. പക്ഷേ തന്റെ വഴി ഇതല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പാശ്ചാത്യ സംഗീതവും ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതവും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് അദ്ദേഹം ആലോചിച്ചു. ചുറ്റുമുള്ളവർ ജോലിക്കു വേണ്ടിയും കരിയറിനും വേണ്ടിയും ഓടുമ്പോൾ അരിജിത്ത് തന്റെ ശബ്ദത്തെ ഒരായുധമായി മൂർച്ച കൂട്ടുകയായിരുന്നു. ആ ചെറിയ ഗ്രാമത്തിലിരുന്ന് മോസാട്ടിനെയും ബീഥോവനെയും അദ്ദേഹം കേട്ടു. ഒപ്പം തന്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ച ഖയാലുകളും ധ്രുപദകളും നെഞ്ചോട് ചേർത്തു. ഈ രണ്ട് ലോകങ്ങളും ഒന്നിക്കുന്നിടത്താണ് പിൽക്കാലത്ത് നമ്മൾ കേട്ട ആ അരിജിത്ത് മാജിക് പിറവിയെടുത്തത്. ഒരു കർഷകൻ വിത്തിട്ട് കാത്തിരിക്കുന്നതുപോലെ വർഷങ്ങളോളം നീണ്ട ആ നിശബ്ദമായ പരിശീലനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ വരിയുടെയും പിന്നിലുള്ള കരുത്ത്. തന്റെ വേരുകൾ ശാസ്ത്രീയ സംഗീതത്തിലാണെന്ന് ഇന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. 2005 ഒരു വൈകുന്നേരം മുംബൈയിലെ വെട്ടിത്തിളങ്ങുന്ന ഒരു സ്റ്റേജ്, ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഫെയിം ഗുരുകുൽ എന്ന റിയാലിറ്റി ഷോയുടെ വേദി. തന്റെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങളുമായി വന്ന, മുടി നീട്ടി വളർത്തിയ 18 വയസ്സുകാരനായ ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അരിജിത്ത് സിംഗ്. മത്സരം കടുക്കുകയാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും രാജ്യം അരിജിത്തിന്റെ ശബ്ദത്തിലെ ആ പ്രത്യേകത തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഫൈനലിന് തൊട്ടടുത്തു വച്ച് അരിജിത്ത് പുറത്തായി. 6ാമനായാണ് അദ്ദേഹം ആ വേദിയിൽ നിന്ന് പടിയിറങ്ങിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ നിന്ന് തോറ്റു പുറത്താകുമ്പോൾ ആ കൗമാരക്കാരൻ്റെ ഉള്ളിൽ എന്തു തോന്നിയിട്ടുണ്ടാകാം? തന്റെ സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകുമോ? പലരും തോൽവിയിൽ തകർന്നു പോകുമ്പോൾ അരിജിത്ത് മറ്റൊന്നാണ് ചെയ്തത്. തന്റെ പെട്ടിയുമെടുത്ത് തിരികെ നാട്ടിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായില്ല. ആ തോൽവി അദ്ദേഹത്തിന് നൽകിയ പാഠം ഒന്നേയുള്ളൂ: നീ ഇനിയും സ്വയം പാകപ്പെടാനുണ്ട്. ആ വേദിയിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്ന പ്രശസ്ത സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി അരിജിത്തിനെ വിളിപ്പിച്ചു. നീ ഈ മത്സരത്തിൽ തോറ്റിരിക്കാം, പക്ഷെ നിന്റെ ശബ്ദത്തിൽ എന്തോ ഒന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സാവരിയ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പാടാൻ ബൻസാലി അരിജിത്തിന് അവസരം നൽകി. പക്ഷേ വിധി വീണ്ടും ക്രൂരമായി. സാങ്കേതികമായ ചില കാരണങ്ങളാൽ ആ പാട്ട് സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. കയ്യിൽ പണമില്ല, മുംബൈ എന്ന വലിയ നഗരത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു വൈക്കോൽ തുമ്പ് പോലുമില്ല. പക്ഷേ അരിജിത്തിന്റെ ഉള്ളിലെ ആ നിശബ്ദനായ പോരാളി തളർന്നില്ല. മുംബൈയിലെ ഏകാന്തവാസം മറ്റൊരു റിയാലിറ്റി ഷോയിൽ 10K 10 ലേഗയെ ദിൽ എന്നതിൽ നിന്ന് ലഭിച്ച 10 ലക്ഷം രൂപ കൊണ്ട് അദ്ദേഹം ചെയ്തതെന്താണെന്നറിയാമോ? ആഡംബരങ്ങൾ വാങ്ങുന്നതിനു പകരം മുംബൈയിലെ ഒരു ചെറിയ മുറിയിൽ അദ്ദേഹം സ്വന്തമായി ഒരു മ്യൂസിക് സ്റ്റുഡിയോ നിർമ്മിച്ചു. അവിടെ അദ്ദേഹം പാടുകയല്ല ചെയ്തത്, മറിച്ച് സംഗീതം നിർമ്മിക്കാൻ പഠിക്കുകയായിരുന്നു. മ്യൂസിക് പ്രോഗ്രാമിംഗ്. ദിവസങ്ങളോളം ആ ചെറിയ മുറിക്കുള്ളിൽ പുറംലോകം കാണാതെ അദ്ദേഹം ഇരുന്നു. പ്രശസ്ത സംഗീത സംവിധായകരായ പ്രീതം, ശങ്കർ ഏസാൻ ലോയ് എന്നിവരുടെ അസിസ്റ്റന്റായി അദ്ദേഹം ജോലി ചെയ്തു. ഗാനങ്ങൾ എങ്ങനെ മിക്സ് ചെയ്യണമെന്നും ഓരോ വാദ്യോപകരണങ്ങളും എവിടെ ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ഇന്നും അരിജിത്തിന്റെ പാട്ടുകൾക്ക് ആ ആധുനികമായ ഒഴുക്ക് ലഭിക്കുന്നത് ആ കഠിനമായ പഠനകാലത്തിന്റെ ഫലമാണ്. നമ്മൾ ഇന്ന് കാണുന്ന അരിജിത്ത് സിംഗ് എന്ന സൂപ്പർസ്റ്റാർ ജനിച്ചത് ആ റിയാലിറ്റി ഷോയുടെ വെളിച്ചത്തിലല്ല, മറിച്ച് ആ ഷോയ്ക്ക് ശേഷം വന്ന ഇരുളടഞ്ഞ ഇടനാഴികളിലെ കഠിനാധ്വാനത്തിലൂടെയാണ്. ആ തോൽവിയുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ലോകമറിയുന്ന ഈ അരിജിത്ത് സിംഗ് ഉണ്ടാകുമായിരുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യ മുഴുവൻ പാടി നടന്ന ആ തും ഹീ ഹോ എന്ന മാന്ത്രികത. മുംബൈ സ്വപ്നങ്ങളുടെ നഗരം എന്ന് പലരും വിളിക്കും.
പക്ഷേ അവിടെയെത്തുന്ന ആയിരക്കണക്കിന് കലാകാരന്മാരെ പോലെ അരിജിത്തിനും ആ നഗരം ആദ്യം നൽകിയത് തിരസ്കാരങ്ങളായിരുന്നു. റിയാലിറ്റി ഷോയുടെ തിളക്കം മാഞ്ഞപ്പോൾ അരിജിത്ത് വെറുമൊരു സാധാരണക്കാരനായി. കയ്യിൽ വലിയ സമ്പാദ്യമില്ല, തലചായ്ക്കാൻ ഒരു ചെറിയ വാടകമുറി മാത്രം. പക്ഷേ അരിജിത്ത് വിട്ടുനൽകാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്നെത്തന്നെ ഒരു മുറിക്കുള്ളിൽ തളച്ചിട്ടു. ലോകമുറങ്ങുമ്പോൾ അദ്ദേഹം ഉണർന്നിരുന്നു. പാടാനല്ല, മറിച്ച് സംഗീതം പഠിക്കാൻ. മറ്റുള്ളവർക്ക് വേണ്ടി പാട്ടുകൾ പ്രോഗ്രാം ചെയ്യാനും റെക്കോർഡിംഗുകൾ ക്ലീൻ ചെയ്യാനും കീബോർഡിൽ വിരലുകൾ ചലിപ്പിക്കാനും അദ്ദേഹം മണിക്കൂറുകൾ ചിലവഴിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ പൃഥ്വിന്റെ സ്റ്റുഡിയോയിൽ ഒരു സഹായിയായി അദ്ദേഹം ജോലിക്ക് ചേർന്നു. നമ്മൾ ഇന്ന് കേൾക്കുന്ന പല ഹിറ്റ് ഗാനങ്ങളുടെയും പിന്നിൽ അന്ന് അരിജിത്തിന്റെ നിശബ്ദമായ അധ്വാനമുണ്ടായിരുന്നു. ഗായകൻ എന്നതിലുപരി ഒരു മ്യൂസിക് പ്രോഗ്രാമറായി അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി. സ്റ്റുഡിയോയിലെ കസേരകളിൽ കിടന്നുറങ്ങിയും കട്ടൻ ചായ കുടിച്ച് വിശപ്പടക്കിയും അദ്ദേഹം സംഗീതത്തിന്റെ സാങ്കേതിക വശങ്ങൾ പഠിച്ചെടുത്തു. ഇന്നും അരിജിത്തിന്റെ സംഗീതത്തിലുള്ള ആ അസാമാന്യമായ നിയന്ത്രണം ആ കഠിനമായ കാലത്തിന്റെ സമ്മാനമാണ്. വർഷങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിനൊടുവിൽ 2011 ഫലം കണ്ടു. സംഗീത സംവിധായകൻ മിഥുനാണ് ആ വാതിൽ തുറന്നത്. മർബസ് 2 എന്ന ചിത്രത്തിലെ ഫിർ മൊഹബ്ബത്ത് എന്ന ഗാനം. പക്ഷേ ഈ പാട്ടിന് പിന്നിലും രസകരമായൊരു കഥയുണ്ട്. സത്യത്തിൽ 2009 തന്നെ അരിജിത്ത് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ സിനിമ പുറത്തിറങ്ങാൻ പിന്നെയും 2 വർഷമെടുത്തു. ആ 2 വർഷവും തന്റെ ആദ്യ ഗാനം ലോകം കേൾക്കുന്നത് കാത്ത് അദ്ദേഹം ക്ഷമയോടെയിരുന്നു. പാട്ട് പുറത്തിറങ്ങിയപ്പോൾ അത് വലിയ തരംഗമായി. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ആരാണീ പുതിയ ഗായകൻ? ഇത്രയും വികാരസാന്ദ്രമായി പാടുന്നതാരാണ്? എങ്കിലും അരിജിത്ത് അപ്പോഴും ആഡംബരങ്ങളിലേക്ക് മാറിയില്ല. തന്റെ പഴയ ഗിറ്റാറും ചുമലിലിട്ട് മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ അദ്ദേഹം യാത്ര ചെയ്തു. തന്റെ ശബ്ദം ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും അദ്ദേഹം ഒരു സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. വിജയത്തിന് തൊട്ടടുത്ത് മർഡർ 2-നു ശേഷം ഏജന്റ് വിനോദ് എന്ന ചിത്രത്തിലെ റാപ്ത എന്ന ഗാനം കൂടി ഹിറ്റായതോടെ അരിജിത്ത് ഒരു സ്ഥിരം സാന്നിധ്യമായി മാറി. പക്ഷേ അദ്ദേഹത്തെ ഒരു യൂത്ത് ഐക്കണാക്കി മാറ്റാൻ പോകുന്ന ആ കൊടുങ്കാറ്റ് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. സംഗീത ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ നിമിഷം. എങ്ങനെയാണ് തും ഹി ഹോ ഒരു തലമുറയുടെ പ്രണയഗാനമായി മാറിയത്? ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. അത് വരുന്നത് ഒരു യുഗത്തെ തന്നെ മാറ്റിമറിക്കാനാണ്. 2013 ആ വർഷം ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടത് അരിജിത് സിംഗ് എന്ന പേരിനൊപ്പമാണ്. ഒരു ദശാബ്ദക്കാലത്തെ പോരാട്ടങ്ങൾക്കും തിരസ്കാരങ്ങൾക്കുമൊടുവിൽ വിധി അദ്ദേഹത്തിനായി കാത്തുവച്ചത് ഒരു അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു. അതായിരുന്നു ആഷിക്കി 2. ഈ സിനിമയിലെ പാട്ടുകൾ ചെയ്യാൻ സംഗീത സംവിധായകൻ മിഥുൻ അരിജിത്തിനെ വിളിക്കുമ്പോൾ അതൊരു ചരിത്രമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. തും ഹി ഹോ എന്ന ആ ഒറ്റ ഗാനം, അത് കേവലമൊരു പാട്ടായിരുന്നില്ല. പ്രണയിക്കുന്നവരുടെയും പ്രണയം തകർന്നവരുടെയും ഏകാന്തത അനുഭവിക്കുന്നവരുടെയും ഹൃദയതാളമായിരുന്നു അത്. ആ പാട്ട് റെക്കോർഡ് ചെയ്ത നിമിഷത്തെക്കുറിച്ച് മിഥുൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അരിജിത്ത് പാടിത്തീർത്തപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു നിശബ്ദതയായിരുന്നു. ആ ശബ്ദത്തിൽ പ്രണയത്തിന്റെ ആഴവും വിരഹത്തിന്റെ നോവും ഒരേപോലെ കലർന്നിരുന്നു. പാട്ട് റിലീസ് ചെയ്ത അന്ന് രാത്രി മുതൽ ഇന്ത്യയുടെ ആകാശം ആ ശബ്ദത്താൽ നിറഞ്ഞുനിന്നു. കവലകളിലെ ചായക്കടകൾ മുതൽ വലിയ മാളുകളിൽ വരെ, FM റേഡിയോകൾ മുതൽ മൊബൈൽ റിംഗ് ടോണുകളിൽ വരെ അരിജിത് സിംഗ് നിറഞ്ഞുനിന്നു. ഒറ്റ രാത്രി കൊണ്ട് ആ 26 വയസ്സുകാരൻ ഇന്ത്യയുടെ പ്രണയശബ്ദമായി മാറി. ആളുകൾ അദ്ദേഹത്തിന്റെ പേര് തിരയാൻ തുടങ്ങി. യൂട്യൂബിൽ ആ പാട്ടിന്റെ വ്യൂസ് കോടികൾ കടന്നു. പക്ഷേ ഇത്രയും വലിയൊരു വിജയം തന്റെ കൈപ്പിടിയിലായപ്പോഴും അരിജിത്ത് എവിടെയായിരുന്നു എന്നറിയാമോ? അദ്ദേഹം തന്റെ സ്റ്റുഡിയോയിൽ അടുത്ത പാട്ടിനുള്ള ജോലിയിലായിരുന്നു. തന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയെത്തുമ്പോഴും തന്നെ കാണാൻ ആരാധകർ വീടിനു മുന്നിൽ തടിച്ചുകൂടുമ്പോഴും അദ്ദേഹം ലളിതമായ തന്റെ ടീഷർട്ടും ധരിച്ച് ഒരു മൂലയിലിരുന്ന് ഗിറ്റാറിൽ പുതിയ ഈണങ്ങൾ തിരയുകയായിരുന്നു. അവാർഡുകളുടെ പെരുമഴ, ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ ആ വർഷത്തെ സകല പുരസ്കാരങ്ങളും അരിജിത്തിനെ തേടിയെത്തി. പക്ഷേ അവാർഡ് വേദിയിൽ പോലും തിളങ്ങുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കി വളരെ ലളിതമായി വന്ന് അവാർഡ് വാങ്ങിപ്പോകുന്ന ആ മനുഷ്യൻ ഒരത്ഭുതമായിരുന്നു. ആഷിക്കി 2 നൽകിയത് വെറുമൊരു വിജയമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ സിനിമയിൽ അരിജിത്ത് യുഗം എന്ന ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു.
ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി ആര് പാടണം എന്ന ചോദ്യത്തിന് നിർമ്മാതാക്കൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: അരിജിത് സിംഗ്. ആ ശബ്ദം കൂടെയുണ്ടെങ്കിൽ സിനിമ ഹിറ്റാകുമെന്ന് അവർ വിശ്വസിച്ചു. അത്രമേൽ ആഴത്തിലായിരുന്നു ആ വഴിത്തിരിവ്. ഓരോ പാട്ടും എങ്ങനെയാണ് ഓരോ വികാരമായി മാറിയത്? പ്രശസ്തിയുടെ നടുവിലും അദ്ദേഹം എങ്ങനെയാണ് ലളിതമായി ജീവിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹം വിരമിക്കലിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ആഷിക്കി 2-വിന് ശേഷമുള്ള ഇന്ത്യ സംഗീതത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചു. അതിനെ നമുക്ക് അരിജിത് യുഗം എന്ന് ധൈര്യമായി വിളിക്കാം. പിന്നീട് വന്ന 10 വർഷങ്ങൾ ബോളിവുഡ് സംഗീതം അരിജിത് സിംഗ് എന്ന ഏക സിംഹാസനത്തിനു ചുറ്റുമായിരുന്നു. ഖാൻമാരും കപൂർമാരും വെള്ളിത്തിരയിൽ തകർത്തഭിനയിക്കുമ്പോഴും തിയേറ്ററുകളിൽ ആ സിനിമയെ ജീവൻ നൽകി നിലനിർത്തിയത് അരിജിത്തിന്റെ ശബ്ദമായിരുന്നു. ഓരോ വികാരത്തിനും ഓരോ അരിജിത് ഗാനം. അരിജിത്തിന്റെ വിജയം വെറും ഭാഗ്യമായിരുന്നില്ല. ഏതു വൈകാലികാവസ്ഥയിലും നമുക്ക് കൂട്ടുപിടിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ടാകും. പ്രണയത്തിന്റെ കൊടുമുടിയിലാണോ? എങ്കിൽ നമുക്ക് കേസരിയ ഉണ്ട്. വിരഹത്തിന്റെ നോവാണോ? എങ്കിൽ ചന്നാ മെരേയ കൂട്ടിനുണ്ടാകും. ജീവിതത്തിന്റെ തത്വശാസ്ത്രം തിരയുകയാണോ? എങ്കിൽ സഫർ കേൾക്കാം. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയേറെ വ്യത്യസ്തമായ വികാരങ്ങൾ തന്റെ ശബ്ദത്തിൽ നിറയ്ക്കാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ ഓരോ റെക്കോർഡിങ്ങും ഒരു തപസ്യായിരുന്നു. മൈക്രോഫോണിന് മുൻപിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പാടുകയല്ല, മറിച്ച് ആ വരികളിലെ വേദനയും സന്തോഷവും അനുഭവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു മിന്നൽ പിണർപ്പായുന്നത്. ഷാറുഖ് ഖാൻ മുതൽ രൺബീർ കപൂർ വരെ, കാർത്തിക് ആര്യൻ മുതൽ വരുൺ ധവാൻ വരെ, യുവതാരങ്ങൾക്കും മുതിർന്ന താരങ്ങൾക്കും അരിജിത്ത് ഒരുപോലെ പ്രിയപ്പെട്ടവനായി. സിനിമയുടെ വിജയമുറപ്പിക്കാൻ അരിജിത്തിന്റെ ഒരു പാട്ടുമതിയെന്ന് നിർമ്മാതാക്കൾ വിശ്വസിച്ചു. പക്ഷേ ഇത്രയും വലിയ പ്രശസ്തിയുടെ നടുവിലും അദ്ദേഹം ലളിതമായി തുടർന്നു. കോടികൾ പ്രതിഫലം ലഭിക്കുന്ന സ്റ്റേജ് ഷോകളിൽ പോലും മുഷിഞ്ഞ ജീൻസും ഒരു സാധാരണ ടീഷർട്ടും ധരിച്ച് തലയിലൊരു കിട്ടും കെട്ടി അദ്ദേഹം പാടി. ആ വിനയമാണ് അദ്ദേഹത്തെ ഒരു മാസ് ഐക്കണാക്കി മാറ്റിയത്. അരിജിത്ത് വെറുമൊരു മെലഡി ഗായകൻ മാത്രമല്ല. സൂഫി സംഗീതത്തിലും ഗസലുകളിലും പോപ്പ് സംഗീതത്തിലും അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു. ഗിറ്റാറിലും പിയാനോയിലും അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ ഓരോ കൺസർട്ടുകളെയും അവിസ്മരണീയമാക്കി. സ്വന്തം ഗ്രാമമായ ജിയാഗഞ്ചിൽ അദ്ദേഹം നിർമ്മിച്ച സ്റ്റുഡിയോയിലിരുന്ന് ലോകോത്തര നിലവാരമുള്ള സംഗീതം അദ്ദേഹം ഇന്നും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശസ്തിയുടെ ഈ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വിരമിക്കലിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ഒരു വലിയ കലാകാരൻ തന്റെ യാത്ര എവിടെ നിർത്തണമെന്ന് ചിന്തിക്കുന്നതുപോലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് കാട്ടുന്നത്. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും വിരമിക്കലിനെക്കുറിച്ച് ചിന്തിക്കുമോ? എന്നാൽ അരിജിത് സിംഗ് അങ്ങനെയൊരാളാണ്. പ്രശസ്തിയുടെയും പണത്തിന്റെയും നടുവിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു: ഒരുപക്ഷേ ഉടനെ തന്നെ ഞാൻ സംഗീത ലോകത്തു നിന്ന് വിരമിച്ചേക്കാം. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അരിജിത്ത് വിശ്വസിക്കുന്നത് ഓരോ കാലഘട്ടത്തിനും ഒരു ശബ്ദമുണ്ടെന്നാണ്. ജനങ്ങൾക്ക് എന്റെ ശബ്ദം കേട്ട് മടുക്കും മുൻപേ എനിക്ക് മാറി നിൽക്കണം, പുതിയ പ്രതിഭകൾക്ക് വഴിമാറിക്കൊടുക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേവലമൊരു വാക്കല്ല, മറിച്ച് സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ബഹുമാനമാണ്. താരപദവിയേക്കാൾ സംഗീതത്തിന്റെ വിശുദ്ധിക്ക് വില കൽപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കാൻ കഴിയൂ. അരിജിത് സിംഗ് എന്ന ഗായകൻ വിരമിച്ചാലും അരിജിത് സിംഗ് എന്ന മനുഷ്യൻ ഇന്നും തന്റെ ഗ്രാമത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജന്മനാടായ ജിയാഗഞ്ചിൽ അദ്ദേഹം ഒരു ആശുപത്രിയും നഴ്സിംഗ് കോളേജും പടുത്തുയർത്തുകയാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് സംഗീതം പഠിക്കാൻ സൗജന്യമായി വിദ്യാലയങ്ങൾ ഒരുക്കുന്നു. അദ്ദേഹം സമ്പാദിച്ച കോടികൾ മുംബൈയിലെ ആഡംബരങ്ങൾക്കല്ല, മറിച്ച് തന്റെ നാട്ടിലെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പാനാണ് അദ്ദേഹം വിനിയോഗിക്കുന്നത്. ദിവസവും ദശലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ആ ശബ്ദം യഥാർത്ഥത്തിൽ ഒരു ഗായകന്റേതു മാത്രമല്ല. അത് പരാജയങ്ങളിൽ തളരാതെ പോരാടിയ ഒരു സാധാരണക്കാരന്റെ ശബ്ദമാണ്. റിയാലിറ്റി ഷോയിൽ 6ാമനായി പുറത്തായ അന്ന് അദ്ദേഹം കരഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രണയങ്ങൾക്കും വിരഹങ്ങൾക്കും ഇത്രയും മനോഹരമായ ഒരീണമുണ്ടാകുമായിരുന്നില്ല. അരിജിത് സിംഗ് ഒരുപക്ഷേ എന്നെങ്കിലും ആ മൈക്രോഫോൺ താഴെ വയ്ക്കുമായിരിക്കും, വേദിയിലെ വെളിച്ചങ്ങൾ അണയുമായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും ഏകാന്തത അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഹൃദയത്തിൽ ആ ശബ്ദം ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. സംഗീതം നിലയ്ക്കാം, പക്ഷേ അരിജിത് സിംഗ് എന്ന വികാരം എന്നും നമുക്കൊപ്പമുണ്ടാകും.
അരിജിത് സിംഗിന്റെ ഈ പോരാട്ടവീര്യം നിറഞ്ഞ ജീവിതകഥ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഹൃദയസ്പർശിയായ കഥകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടുമെത്തും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട അരിജിത് ഗാനമേതാണെന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ കഥകൾക്കായി ദ പെർഫെക്റ്റ് വോള്യം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.